ഹേ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ കോളേജ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. അപ്പോൾ എല്ലാവരും ട്രെയിനൊക്കെ കാത്ത് ചാലക്കുടി സ്റ്റേഷനിൽ നിൽക്കുകയാണ്. എല്ലാവരും വന്നു. അപ്പോൾ എല്ലാവരും ട്രിപ്പിന് എക്സൈറ്റഡ് ആണ്. അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് ചാലക്കുടി സ്റ്റേഷനിൽ നമ്മൾ പരശുരാം ട്രെയിനിൽ കയറി. അപ്പോൾ എല്ലാവരും തുടക്കത്തിൽ നല്ല ആവേശം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കയറിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളപ്പോൾ മംഗലാപുരത്തേക്കാണ് ട്രെയിനിൽ പോകുന്നത്. 6-7 മണിക്കൂർ ഇരിക്കണം. ഇപ്പോൾ ഓണ വഴിയൊക്കെ അടിപൊളി, അത്യാവശ്യം നൈസ് വ്യൂസ് ആയിരുന്നു ഗൈസ്. പിന്നെ നേരം പോകാനായിട്ട് ചീട്ടുകളിയും അത്യാവശ്യം പിന്നെ പാട്ടൊക്കെ വെച്ച് തുള്ളലും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ട്രെയിനിലെ അഭ്യാസങ്ങളാണ് ഗൈസ് നിങ്ങൾ ഈ കാണുന്നത്. അതൊക്കെ അങ്ങനെ അവസാനം നമ്മൾ മംഗലാപുരത്ത് സ്റ്റേഷനിലെത്തി. എല്ലാവരെയും കൂട്ടി പിന്നെ നമ്മൾ ബസ് കയറാൻ പോവാണ് ഗൈസ്. അപ്പോൾ സെലീന എന്ന് പറഞ്ഞ 2 ബസ്സാണ് നമുക്ക് അവിടെ നിന്ന് തന്നേക്കണത് പാക്കേജുകാർ. അത്യാവശ്യം നല്ല അടിപൊളി ബസ്സായിരുന്നു ഞങ്ങൾക്ക് തന്നത്. അതുകൊണ്ട് തന്നെ വോക്കലൊക്കെ ഇട്ട് ഞങ്ങൾ പെട്രോൾ പമ്പിൽ കയറി നല്ല അടിച്ച് പൊളിക്കലായിരുന്നു. അത് ഞങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. നല്ല ശബ്ദം ഉണ്ടായി വണ്ടിക്ക്, വോക്കലിനൊക്കെ. അവിടുത്തെ ഏതോ ഒരു പെട്രോൾ പമ്പിലാണ് ഈ അഭ്യാസമൊക്കെ കാണിക്കുന്നത്. അങ്ങനെ ബസ്സിലെ അഭ്യാസമൊക്കെ കഴിഞ്ഞ് നമ്മൾ പതുക്കെ ഡണ്ടല്ലി എത്താറായി. പുലർച്ചെ ഗൈസ് ഡണ്ടല്ലിയിലത്തെ റിസോർട്ടിൽ നിന്ന്. അപ്പോൾ അപ്പോട്ടൻ കിടന്ന് ഉറങ്ങുകയാണ്. നല്ല ഉറക്കമാണ് അപ്പോട്ടൻ. നല്ല അടിപൊളി ഫോറസ്റ്റ് റൂട്ടാണ്, നല്ല രസമാണ്. റോഡൊക്കെ പക്ക മെയിൻറ്റെയിൻ ഉണ്ട്, അത്യാവശ്യം നല്ല റോഡാണ്. അങ്ങനെ നമ്മളൊരു 6-6:30 ഇപ്പം നമ്മൾ ഡണ്ടല്ലി എത്തി. ഡണ്ടല്ലിയിലത്തെ തണുപ്പിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ കണ്ടത്. ഒടുക്കത്തെ തണുപ്പായിരുന്നു. പൂളി നോക്കി ഇജ്ജാതി പുകയിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ നമ്മൾ ചായ കുടിച്ച് ഡ്രസ്സൊക്കെ മാറി ഫുഡൊക്കെ കഴിച്ച് നമ്മൾ റിവർ ആക്ടിവിറ്റീസിനുള്ള സ്പോട്ടിലേക്ക് പോവാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ജേഴ്സിയും ഷോർട്സൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. കാരണം നനഞ്ഞ് കുളിക്കാനുള്ള പരിപാടിക്കാണ് നമ്മൾ പോണത്. അത് കുറച്ച് നേരം കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, സ്ഥലമൊക്കെ കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ ഇതാണ് സ്പോട്ട്. ഇവിടെയാണ് റിവർ ആക്ടിവിറ്റീസ് ഓരോന്നും ചെയ്യാൻ പോണത്. കയാക്കിങ്ങും അല്ലറ ചില്ലറ ബാക്കി പരിപാടികളും. അപ്പോൾ അവിടുത്തെ റിവർ ആക്ടിവിറ്റീസ് എന്നൊക്കെ പറഞ്ഞാൽ ഇതായിരുന്നു. ബോട്ടിൽ കയറി തുഴഞ്ഞ് കുറേ സ്ഥലത്തെത്തി. അവിടെ ഇപ്പോൾ പകുതി എത്തുമ്പോൾ നമ്മൾ വെള്ളത്തിൽ എടുത്ത് ചാടണം. അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയ സാഹചര്യം അല്ലായിരുന്നു ഗൈസ്. റിവർ ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചയായപ്പോൾ ഞങ്ങൾ റിസോർട്ടിലെത്തി. ഫുഡൊക്കെ കഴിച്ച് ചേഞ്ച് ചെയ്ത് റെസ്റ്റ് എടുത്തു. പിന്നെ വൈകിട്ടായപ്പോൾ ചായയൊക്കെ കുടിച്ച് കഥയൊക്കെ പറഞ്ഞ് അവിടുത്തെ വ്യൂ ഒക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഗൈസ്. കഴിഞ്ഞ് വൈകിട്ടുള്ള ക്യാമ്പ് ഫയറിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഞങ്ങളെല്ലാവരും. പൂളും റെയിൻ ഡാൻസും കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഒടുക്കത്തെ തണുപ്പായിരുന്നു പൂളിൽ ഇറങ്ങിയപ്പോൾ. കാലും കൈയും മരവിച്ചിട്ട് അനങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു എൻ്റെ മാത്രം കേട്ടോ. പൂളിലൊക്കെ കുത്തിമറിയിലും ചാടലൊക്കെ ആയിരുന്നു ഗൈസ്. പൂളിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കുളിച്ച് ഞങ്ങൾ ക്യാമ്പ് ഫയറിന് പോയി. ക്യാമ്പ് ഫയറിന് പോയപ്പോൾ ആദ്യം ഒരു ഓളം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് പിന്നെ മൊത്തം ഒരു ഓളമട്ടാക്കി അവിടെ. ക്യാമ്പ് ഫയറിന് വരുന്നേക്കാളും മുമ്പ് ഞങ്ങൾക്ക് റൂമിൽ കുറച്ച് അഭ്യാസവും കലാപരിപാടികളുണ്ടായിരുന്നു. അതിൻ്റെയാണ് ഇത് കാണുന്നത്. ക്യാമ്പ് ഫയറൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഒക്കെ വേറൊരു കൂത്താട്ടാണ്. തണുപ്പെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒടുക്കത്തെ തണുപ്പാണ്. അവൻ ബെഡ്ഷീറ്റ് പോലും വിരിച്ചിട്ട് അവന് തണുപ്പ് സഹിക്കാൻ പറ്റില്ല. അങ്ങനത്തെ തണുപ്പായിരുന്നു അവിടെ. ഡണ്ടല്ലിയിലെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങി. പുലർച്ചെ 4:00 ഞങ്ങൾ വീണ്ടും എണീറ്റ് നേരെ ഗോവയിലേക്ക് വെച്ച് പിടിച്ചു. ഗോവയിലെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഗൈസ്. ബൈ.